ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലെ ഉത്സവത്തിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ തന്നെയാണ് കേട്ടോ ഇതും. കാരണം ഇങ്ങനെ എല്ലാം കൂടി ഇട്ടിങ്ങനെ ഓടിച്ച് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ പാർട്ടായിട്ട് എടുത്ത് വെച്ചിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ താണ്ട് ഫുഡടിയും കാര്യങ്ങളൊക്കെ 4 മണിയായപ്പോൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ നേരം ഇരുട്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങിയ ടൈമിൽ തന്നെയായിരുന്നു നമ്മുടെ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവരുടെ വീടിനടുത്തുള്ള ഒരു ചെറിയൊരു പുഴയുണ്ട്, അവിടെയാണ് ആറാട്ട് നടത്താറുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ആറാട്ടോട് കൂടിയിട്ട് കേട്ടോ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്നാണ് എഴുന്നള്ളിപ്പ് വരുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും വഴിയരികിലൊക്കെ ഇങ്ങനെ പറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ വഴി വന്നിട്ട് ആദ്യത്തെ വർഷമാണ് ഈ ഉത്സവം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വഴിയിൽ നിന്ന് പറയും കാര്യങ്ങളൊക്കെ എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആനനെ ഞാൻ ഇത്രയും അടുത്ത് നിന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും നിൽക്കുന്നുകൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു ഇതിൽ അങ്ങോട്ട് പോയി. പിന്നെ ആനയുടെ തൊട്ട് ബാക്കിൽ തന്നെ നമ്മളും പോയായിരുന്നു. ചുണ്ണു ആണെങ്കിൽ ഓരോന്നും സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാണ്. ചിറ്റ അത് നോക്ക്, ചിറ്റ ഇത് നോക്ക്. ഞാനും പിന്നെ അങ്ങനെ ഇങ്ങനെ നോക്കിയൊക്കെ നടക്കുമായിരുന്നു. പിന്നെ ഈ താലമൊക്കെ ഉണ്ടായിരുന്നു. താലം പോകുന്നതിനൊപ്പം പൂത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. ചുണ്ണു ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കായി. പിന്നെ ഇത് 3 സൈഡിൽ നിന്നും താലത്തോടു കൂടി എഴുന്നള്ളിപ്പാണ്. 3 ആനകളാട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഈ അറ്റത്ത് നിൽക്കുന്ന ആനയ്ക്ക് ഇത്തിരി എട്ടങ്ങേറായിരുന്നു കേട്ടോ. അത് ഇത്തിരി ഇളക്കം കൂടിയൊരു ആനയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പാപ്പാൻ പറഞ്ഞിട്ട് വലുതായിട്ടൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഞങ്ങൾ അടുത്തൊക്കെ തന്നെ നിന്നായിരുന്നു. പിന്നെ ചുണ്ണ് കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ നൈസായിട്ട് മാറി നിന്നായിരുന്നു. പിന്നെ അടിപൊളി പരിപാടികളായിരുന്നു. കുറേ തെയ്യം രൂപങ്ങൾ, അങ്ങനെ കുറച്ച് അടിപൊളി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. കുറേ നല്ല തിരക്കും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. വിയർത്ത് ഒഴുകുമായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഡാൻസ് ചെയ്ത് അടിപൊളിയായിട്ടാട്ടോ ഇതൊക്കെ എഴുന്നള്ളിപ്പ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ നൈസായിട്ട് അമ്പലപ്പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ചെണ്ടമേളം, അതിൻ്റെ ഒപ്പം ആൾക്കാർ തുള്ളുന്നതും പിന്നെ ഈ രൂപങ്ങൾ എല്ലാം കൂടി അടിപൊളിയായിരുന്നു. കുറേ നേരം നമ്മൾ അതൊക്കെ നോക്കി നിന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചുണ്ണൻ്റെ പതിവ് പോലുള്ള പരിപാടി തുടങ്ങിയായിരുന്നു. കടയുള്ള വശത്തേക്ക് എന്നെ തള്ളി കൊണ്ടുപോയിട്ട് അവിടെ കണ്ട ഒരു കുഞ്ഞ് JCB അവന് വേണമെന്ന് പറഞ്ഞു. കയ്യോടെ അവനത് കയ്യിലാക്കിയിട്ട് ഇടയിൽ കൂടി വേഗം ഓടിപ്പോവാൻ നോക്കുകയാണ്. പിടിച്ചു നിർത്തിയിട്ട് ഒന്നും നിൽക്കുന്നില്ല. അവന് ഇഷ്ടമുള്ള രീതിയിൽ അവൻ എൻജോയ് ചെയ്യുമായിരുന്നു. ആരെയും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ JCB വെച്ചിട്ട് കുറേ നേരം ആ റോട്ടിൽ ഇങ്ങനെ ഉരുട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ സന്തോഷമില്ലെന്ന് ഓർത്തിട്ട് നമ്മളും പോയി പിടിച്ചു മാറ്റാനൊന്നും നിന്നില്ല. പിള്ളേരാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.